ഹലോ, അപ്പോൾ നമുക്കിന്നൊരു ജാതിക്ക മിഠായി ഉണ്ടാക്കിയാലോ? ആദ്യം കുറച്ച് ജാതിക്കയൊക്കെ എടുത്ത് അത് കഴുകി വൃത്തിയാക്കിയിട്ട് അരിഞ്ഞിടണം. അരിയുമ്പോൾ നമ്മൾ ഇച്ചിരി കട്ടി കുറഞ്ഞിട്ട് വേണം അരിയാനേ. അരിഞ്ഞ് കഴിഞ്ഞിട്ട് നമ്മൾ സ്റ്റൗവിൽ കുറച്ച് പനങ്കൽക്കണ്ടവും അത് കഴിഞ്ഞിട്ട് നമ്മൾ ജാതിക്ക അരിഞ്ഞതും കൂടി ഇടണേ. പനങ്കൽക്കണ്ടത്തിന് പകരം നമുക്ക് പഞ്ചസാരയോ അല്ലെങ്കിൽ ശർക്കരയോ ഒക്കെ ചേർക്കാവേ. ഇപ്പം ഇച്ചിരി ഹെൽത്തി ആയിട്ട് ഉണ്ടാക്കാനാണ് പനങ്കൽക്കണ്ടം യൂസ് ചെയ്തത്. ഇത് കുറച്ച് നേരം ഗ്യാസിലിരിക്കുമ്പോഴേ ആ പനങ്കൽക്കണ്ടം വെള്ളം പോലെയൊക്കെ ആവും. അപ്പം അത് നമ്മൾ കുറുക്കിയെടുക്കണേ. ചെറുപ്പത്തിലൊക്കെ ഞാൻ ജാതികയൊക്കെ ഉപ്പിട്ട് കഴിച്ചിട്ടുണ്ട്, പക്ഷേ ഇത് വെറൈറ്റി ആയിരുന്നു കേട്ടോ. അപ്പം ഞാനൊരു വീഡിയോ കണ്ടിട്ടാണ് ഞാനിത് ചെയ്ത് നോക്കിയത്. നല്ല അടിപൊളിയായിരുന്നു കേട്ടോ. ഈ പനങ്കൽക്കണ്ടത്തിൻ്റെ വെള്ളം നമ്മുടെ ജാതികയിലെല്ലാം പറ്റി പിടിച്ച് ഇരിക്കുമ്പോഴത്തേക്കും നമുക്ക് ആ ഗ്യാസ് ഓഫ് ചെയ്തിട്ട് തണുക്കാൻ അറക്കാൻ വെക്കാവേ. അതിന് ശേഷം നമുക്കൊരു കുപ്പിയിൽ അടച്ചു വെക്കാം. ജാതിമരം വീട്ടിലുള്ളവരൊക്കെ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നല്ല അടിപൊളി സാധനമാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും ബൈ.